അപ്രതീക്ഷിതമായി ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൽ നിരവധി വളർത്തുമൃഗങ്ങളും നിരവധി വാഹനങ്ങളും ഒഴുകിപ്പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കൂട്ടാറിലാണ്. കൂട്ടാറിൽ വാഹനങ്ങൾ ഈ ഒഴുക്കിൽപ്പെട്ട വാഹനങ്ങൾ കരക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ വാഹനങ്ങൾ ദൃശ്യമാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ എല്ലാ പ്രേക്ഷകരും കണ്ടിട്ടുള്ള ഒരു ട്രാവലർ ഒരു വെള്ളത്തിലേക്ക് ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങളുണ്ട്. അത് ഒഴുകിപ്പോയത് ഈ കൂട്ടാറിലാണ്. അതിന് ഏതാണ്ട് ഒരു 500 മീറ്റർ താഴ്ഭാഗത്താണ് നമ്മളുള്ളത്. ആ രാവിലെ ഒഴുകിപ്പോയ ട്രാവലർ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു വാഹനത്തിന്റെ 2 ടയറുകൾ ദൃശ്യമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കയറ് കെട്ടിക്കൊണ്ട് ഈ വാഹനം കരക്ക് കയറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. കൂടുതൽ വാഹനങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ഇനിയിപ്പോൾ ഈ ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമാണ് ഈ വാഹനങ്ങൾ മുകളിലേക്ക് വലിച്ചു കയറ്റാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. ഇപ്പോഴെന്തായാലും മഴ മാറി നിൽക്കുന്നത് ആശ്വാസകരമാണ്. കൂടുതൽ വെള്ളം താഴേക്ക് താഴ്ന്നാൽ മാത്രമാണ് ഈ കാണാതെ പോയ വാഹനങ്ങൾ എവിടെയാണ് എന്നതിൽ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ വാഹനങ്ങൾ കയറ് കെട്ടിക്കൊണ്ട് തടഞ്ഞ് നിർത്താനാണ് ശ്രമിക്കുന്നത്. കൂടുതൽ വെള്ളം ഇറങ്ങിയാൽ മാത്രമാണ് അത് കരക്ക് കയറ്റാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. ഇന്നലെ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് നിരവധി പശു, ആട് ഉൾപ്പെടെയുള്ള നിരവധി വളർത്തുമൃഗങ്ങളാണ് ഇതിലൂടെ ഒഴുകിപ്പോയതെന്നാണ് പറയുന്നത്. അതിലെല്ലാം ഒരു വ്യക്തത വരണമെങ്കിൽ ഈ ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമാണ് സാധിക്കുകയും ചെയ്യുള്ളൂ. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ ട്രാവലർ നഷ്ടപ്പെട്ട ആ ചേട്ടനുമായി സംസാരിച്ചപ്പോൾ 10 ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ആ ട്രാവലർ വാങ്ങിയതെന്നാണ് പറയുന്നത്. ഇപ്പോഴത് അതിന് ഇൻഷുറൻസ് ഉൾപ്പെടെ ഉണ്ടെങ്കിൽ കൂടി 7.5 ലക്ഷം രൂപ മാത്രമാണ് തിരികെ ലഭിക്കുകയുള്ളൂ. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഇനിയും കുറേയധികം മണിക്കൂറുകൾ പണിപ്പെട്ടാൽ മാത്രമാണ് ഈ ഒഴുകിപ്പോയിരിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതേസമയം ഉപജീവന മാർഗമായിട്ടുള്ള വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടവർക്ക് ആ നഷ്ടം എങ്ങനെ നികത്തും എന്ന ഒരു ആശങ്കയിൽ കൂടിയാണ് അവർ കഴിയുന്നത്. കൂട്ടാറിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ.